ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്ന് അമ്പലം മാറിയിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ശിവൻ്റെ അമ്പലത്തിൽ വന്നു കേട്ടോ. മക്കളും ഉണ്ട് കൂടെ, സ്കൂളില്ലല്ലോ, അപ്പോൾ മക്കളും ഉണ്ട് കൂടെ. അപ്പം ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ വന്നിട്ട് ഞാനിവിടെ എല്ലാ തിങ്കളാഴ്ചയും വന്നിട്ട് നെയ്വിളക്ക് വെക്കും കേട്ടോ. കാളഭൈരവന് നെയ്വിളക്ക് വെക്കാറുണ്ട്. പിന്നെ സാധാരണ വെള്ളിയാഴ്ച പിന്നെ ഞാൻ ലക്ഷ്മി നരസിംഹസ്വാമി കുടിക്കല്ലേ പോകാറ്. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ വന്നിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ കാളഭൈരവന് നെയ്വിളക്ക് വെക്കും. അപ്പോൾ അങ്ങനെ മക്കളെയും കൂട്ടി വന്നു, നെയ്വിളക്ക് എല്ലാം വെച്ചിട്ട് പിന്നെ നേരെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു കേട്ടോ. അപ്പോൾ അച്ചു ഇന്ന് ഗോപികേനെ പോലെ ഒരുങ്ങിയിറക്കുകയാണ്. ഇന്ന് അച്ചുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവേ മേക്കപ്പ് ഉണ്ട് അവൾക്ക്. പിന്നെ ഇന്ന് പറയും വേണ്ട. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ ദൈവത്തെയൊക്കെ തൊഴുതിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് സാധാരണ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു ഇത്. അപ്പോൾ എൻ്റെ അച്ചുവിന് ഇന്നൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് അവരുടെ സ്കൂളിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അച്ചുവാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്, അച്ചുവിന് കേട്ടോ. അപ്പോൾ അച്ചുവിന് ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ MLA ആണ് കൊടുക്കുന്നത് ഗിഫ്റ്റ്. അപ്പോൾ വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ, അതായത് തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു ആ ഗിഫ്റ്റ് തരേണ്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് അത് അങ്ങോട്ട് പോകാൻ വഴി അറിയില്ല, കാരണം ദൂരമുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞാൻ ശിവേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ശിവേട്ടൻ വരുമ്പോഴേക്ക് എന്നെ 6:30 കേട്ടോ. ടീച്ചർ എന്നോട് 6 മണിക്ക് പോകാൻ പറഞ്ഞാണ്. ഞങ്ങൾ താന്തി പെരുങ്ങി വന്നപ്പോൾ ഒറ്റ കസേരകൾ ഒഴിവില്ല കേട്ടോ. കുറേ നേരം നിൽക്കേണ്ടി വന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര കാല് കടച്ചുള്ളത് കൊണ്ട് നിൽക്കാനേ പറ്റാണ്ട് ഞാൻ ലാസ്റ്റ് കരയാൻ തുടങ്ങി കേട്ടോ. കാല് കടഞ്ഞിട്ടേ ഒരു ഈച്ചയ്ക്ക് പോകാനുള്ള സ്ഥലമല്ല, അത്രയും തിരക്കായിരുന്നു. കാരണം കുറേ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾക്ക് ആദ്യം 2 കസേര കിട്ടിയിട്ടോ. അപ്പോൾ ഞാനും ശിവേട്ടൻ ഇരുന്നിട്ട് മക്കളെ മടിയിൽ വെച്ചു. പിന്നെ അങ്ങനെ 3 കസേര കിട്ടി. അപ്പോൾ കിച്ചു മെല്ലെ കസേരയ്ക്ക് മാറി. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഞങ്ങൾക്ക് 4 പേർക്കും കസേര കിട്ടി. അപ്പോൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വരുമ്പോഴേക്കും അവിടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ശിവേട്ടനെ വർക്ക് കഴിഞ്ഞിട്ട് വേണ്ടേ വരാൻ. അപ്പം നേരം വൈകി. പാവം ചേട്ടൻ ചായ കൂടെ കുടിക്കാതെ കേട്ടോ വേഗം വന്നത്. വീട്ടിലേക്ക് തന്നെ കയറിയിട്ടില്ല. വീട്ടിലേക്ക് ആ ഉമ്മർത്ത് പോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് പോകും. അപ്പം ചേട്ടൻ പറയും, സ്കൂളിൽ നിന്ന് 6 മണിക്ക് പോകാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ 6:30, അവിടെ എത്തുമ്പോഴേക്ക് 7 മണിയോ വേഗം കയറുക പറഞ്ഞു. അപ്പം അങ്ങനെ നേരെ വന്നു. അപ്പം നമ്മുടെ MLAയും പിന്നെ ഇതിൻ്റെ സ്പോൺസർമാർ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ട് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് ചേട്ടൻ പറഞ്ഞു അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ട് വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ അച്ചുവിൻ്റെ പേര് വിളിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് അല്ലേ. സ്കൂളിൽ നിന്ന് അങ്ങനെ കിട്ടും കേട്ടോ, ചെറിയ ചെറിയ ഗിഫ്റ്റ് എല്ലാം കിട്ടും. പക്ഷേ ഇതുപോലൊരു പൊതുവേദിയിൽ വെച്ചിട്ട് അവൾക്ക് ഗിഫ്റ്റൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവൾക്ക് ഇന്ന് കിട്ടും, അതും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചുവിന് അവിടെ അവരെന്തൊക്കെ ചോദിക്കുകയാണ്, ഏതാ സ്കൂൾ അങ്ങനെയൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ ഓരോ സ്കൂളുകളുടെ പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഇവളുടെ സ്കൂളിൽ നിന്ന് ഇവളല്ലേ. അപ്പോൾ അച്ചു എന്നല്ല കേട്ടോ, സോറി, കാവ്യാന്ന് വിളിച്ചപ്പോൾ ഞാനും ശിവേട്ടനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അച്ചുവിന് കിട്ടിയത് ശ്രീകൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. എല്ലാവർക്കും ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ആണ്, പക്ഷേ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കൃഷ്ണനാണ് കേട്ടോ. ചിലർക്ക് കൃഷ്ണനും രാധയും, പിന്നെ ചിലർക്ക് വലിയ കൃഷ്ണൻ, പിന്നെ ചിലർക്ക് ചെറിയ കൃഷ്ണൻ. അപ്പോൾ അവിടെ എല്ലാവരും ഗിഫ്റ്റ് വാങ്ങി. അച്ചു മാത്രമാണ് കാല് പിടിച്ചു കേട്ടോ. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് അതിൻ്റെ സ്പോൺസറിൻ്റെ ആളുടെ പേര് എനിക്കറിയില്ല കേട്ടോ, കാരണം ഇവരൊന്നും പേര് നമുക്ക് നാക്കിൽ അത്ര പെട്ടെന്ന് വഴങ്ങില്ല. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു പേരാണ്. അപ്പോൾ അയാൾ വന്നിട്ട് അതെന്നെ പറയട്ടോ, എല്ലാവരും ഗിഫ്റ്റ് വാങ്ങി, അച്ചു കാലൊക്കെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അയാൾ കുറേ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മളൊരു പദ്ധതിയാണല്ലോ ഇങ്ങനെ നമുക്ക്. അപ്പോൾ ഞാനിങ്ങനെ ചിരിക്കുകയും ചെയ്തിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ, കാരണം എൻ്റെ ജീവിതത്തിൽ നമുക്കേ ഒന്നും ആവാൻ പറ്റിയിട്ടില്ല, നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ ആവുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ അച്ചു ആണെങ്കിൽ ഇന്നലെ നിലത്തൊന്നും അല്ല കേട്ടോ. എൻ്റെ അമ്മോ എന്തൊരു പോസായിരുന്നു അച്ചുവിന്. കിച്ചുവിനെ വെറുതെ കളിയാക്കുമായിരുന്നു. ഏട്ടാ നീ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ വിഷമിക്കണ്ട. അപ്പോൾ കിച്ചു പറഞ്ഞു എനിക്ക് എന്തിനാ വിഷമം, ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അവൻ അതായത് ഇത് സ്കൂൾ തറുപ്പിൽ അവൻ തറുപ്പ് എന്ന് പറയും, തെലുങ്കായിപ്പോയി. അതായത് സ്കൂൾ വകയിൽ അവനെ കിട്ടിയിട്ടില്ല കേട്ടോ, അത് അച്ചുവിന് മാത്രമേ കിട്ടിയുള്ളൂ. അവരെ സ്കൂളിൽ നിന്ന് അച്ചുവിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൻ ഞായറാഴ്ച 2 എണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് വേറെ സ്കൂളുകളിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ അവൻ അതിൻ്റെ ഭയങ്കര ടെൻഷനാണ്, എന്താവും. അപ്പോൾ ഞാൻ പറഞ്ഞു സാറില്ല, ഗിഫ്റ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നീ പങ്കെടുത്തില്ലോ. അപ്പോൾ അവൻ 2 എണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അവൻ അതിൻ്റെ ടെൻഷനാണ് കേട്ടോ. അച്ചു ആണെങ്കിൽ കിട്ടിയ അവസരം നല്ല മുതലാക്കണമുണ്ട് കേട്ടോ. അവനിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ അച്ചുവിന് ഗിഫ്റ്റ് കിട്ടിയ സന്തോഷം കൊണ്ട് ശിവേട്ടൻ്റെ വക പാർട്ടിയാണ് കേട്ടോ. കാരണം ശിവേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അച്ചുവിനെ കേട്ടോ. അതിൻ്റെ കിച്ചുവിന് ഇഷ്ടമാണ്, പക്ഷെ അച്ചുവിനെ കുറച്ച് കൂടും. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഞങ്ങൾക്കുണ്ടായ ആദ്യത്തെ പെൺകുട്ടി, ആദ്യം ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് ആ കുട്ടിയില്ല. അപ്പോൾ അച്ചുവിന് ശിവേട്ടന് ഭയങ്കര ജീവനാണ്.